ഹോമോസെക്ഷുവാലിറ്റി സ്വവർഗരതി എന്നത് ഇന്ന് വലിയൊരു ചർച്ചാ വിഷയമാണ്. അതിന് ഇന്നതാണ് പ്രത്യേകിച്ച് ഒരു കാരണം എന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല, സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് അങ്ങനെ വളരെ കോംപ്ലക്സ് ആണ് ഇതിൻ്റെ റീസൺ. അല്ലാതെ പർട്ടിക്കുലർ ഒരു ഗേ ജീനുണ്ട് അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ ഒരു കൺവേർഷൻ ഒരു എലമെൻ്റ് ഉണ്ട് എന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. പഠനങ്ങൾ ധാരാളം നടന്നു വരുന്നുണ്ട്. എന്നാൽ പോലും ന്യൂറോളജിക്കൽ സ്റ്റഡീസിൽ ഹോമോസെക്ഷൽ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള വ്യക്തികൾ തമ്മിൽ ഹൈപ്പോതലാമസ് റീജിയനിൽ സ്ട്രക്ചറിൽ വ്യത്യാസമുള്ളതായിട്ട് പറയുന്നുണ്ട്. പിന്നീട് 3ഉം 4ഉം അല്ലെങ്കിൽ അങ്ങനെ ആൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞ് വീണ്ടും ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു ആൺകുട്ടിക്ക് ഇത്തരം ഒരു ബിഹേവിയർ വരാൻ സാധ്യത ഉള്ളതായിട്ടൊരു പഠനം പറയുന്നുണ്ട്. ഇത്തരം ഒരു ഹോമോസെക്ഷൽ ബിഹേവിയർ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ കൺവേർഷൻ തെറാപ്പി എന്നത് എല്ലാവർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതൊരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു അഫെയറാണ്. അതുകൊണ്ട് ഇതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു മാനസിക വൈകല്യം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഇതിനെ കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. അത്തരം ഒരു ഹോമോസെക്ഷൽ ബിഹേവിയർ ഉള്ള വ്യക്തികളെ ഒരിക്കലും കുറ്റം പറയുകയോ വഴക്ക് പറയുകയോ ആക്ഷേപിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യാൻ പാടില്ല. മനഃപൂർവ്വം അല്ല അവരങ്ങനെ പെരുമാറുന്നത്. ഒരു സെക്ഷൽ പ്രിഫറൻസ് ഉണ്ട്, സർട്ടൻ റീസൺസ് ചിലപ്പം ഉണ്ടാകാം, പിയർ പ്രഷർ കൊണ്ടുണ്ടാകാം. ഇന്നേ കാലത്ത് ഒരുപാട് ഈ പോൺ വാച്ചിങ് അതിലേക്ക് അവർ അഡിക്റ്റഡ് ആയിട്ട് അത്തരം ടെൻഡൻസീസ് ഇവരിൽ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഇന്നത് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അതിനാൽ ഒരിക്കലും ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ബൈസെക്ഷൽ ലെസ്ബിയൻസ് ഒക്കെ അത് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് നിർബന്ധിച്ച് അവരെ രോഗിയായിട്ട് കണ്ട് ചെയ്യാൻ പാടില്ല. അവർ ഓൾറെഡി ഡിപ്രഷനിലേക്ക് പോകുന്ന വ്യക്തികളാണ്. കാരണം സമൂഹം അവരെ അംഗീകരിക്കില്ല, സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട്. അങ്ങനെ ഒരുപാട് കോംപ്ലക്സിറ്റീസിലൂടെയാണ് ഇത്തരം ഇൻട്രസ്റ്റ് ഉള്ളവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി. അപ്പോൾ അതിനാൽ കൂടുതൽ കൺഫ്യൂഷൻ ഇവർക്ക് കൊടുക്കരുത്. അത് അവർക്ക് സ്വമേധയാ ചിലപ്പം ഒരു ഇൻസ്റ്റൻസിൽ ഇതിൽ നിന്ന് നേരായ ഒരു സെക്ഷൽ ഇൻട്രസ്റ്റിൽ വരണം, അങ്ങനെയാണ് ഒരു ഇടക്കാലത്തുണ്ടായ ഒരു താല്പര്യം പല കാരണങ്ങൾ കൊണ്ട് എന്നതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അവർക്ക് താല്പര്യമുണ്ട്, അവർക്ക് സ്വമേധയാ ഇതിലൊരു മാറ്റം വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത്തരമൊരു ട്രീറ്റ്മെൻറ്റ്സിന് വിധേയമാകാൻ പാടുള്ളൂ. എന്തായാലും വ്യക്തമായിട്ടുള്ള കാരണം ഇതുവരെ കണ്ടെത്താത്ത സ്ഥിതിക്ക് ഇതൊരു രോഗമാണെന്ന് കരുതണ്ട, ഇതൊരു സെക്ഷൽ പ്രിഫറൻസ് മാത്രമാണ് എന്ന് നമുക്ക് നിഗമനത്തിൽ തൽക്കാലം എത്താം. അല്ലാതെ എക്സാക്റ്റായിട്ട് ഇന്ന ജനിതകം, പാരമ്പര്യം അല്ലെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് കൊണ്ട് മാത്രം അങ്ങനെ ഒരുപാട് കോംപ്ലക്സിറ്റീസാണ്, വ്യക്തമായിട്ടൊരു ഉത്തരം നൽകാൻ സാധ്യമല്ല. എന്തായാലും ഞാൻ കൊല്ലം ഐത്തിലിൽ മെഡിറ്ററീന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. ഞാൻ സൈക്കോളജിസ്റ്റ് നാഗരാജ്. നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ഇത്തരം കൺഫ്യൂഷൻസ്, ഇപ്പോൾ ചില കുട്ടികൾ ഞാൻ ഹോമോസെക്ഷൽ ആണോ, ഞാനൊരു ഗേ ആണോ, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഞാനൊരു ലെസ്ബിയൻ ആണോ എന്ന് ഇന്ന് ധാരാളം കൺഫ്യൂഷൻസ് കാണുന്നുണ്ട്. കാരണം അതിപ്രസരം തന്നെ സമൂഹ മാധ്യമങ്ങളുടെ ഇന്ന് സാധ്യത വളരെ കൂടുതലല്ലേ, എക്സ്പോഷേഴ്സ് വളരെ കൂടുതലാണ്. എന്തായാലും ഇത്തരം സ്വകാര്യമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ട് വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സീക്രസി കീപ്പ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന പരിഹാരം കണ്ടെത്താം. 9605743596 ആണ് എൻ്റെ നമ്പർ. നമുക്ക് സ്വന്തമായിട്ട് മുഖത്തലയിൽ സെൻ്റർ ഉണ്ട്, NP സ്കൂൾ ഓഫ് തോട്ട്സ്. വിളിക്കുക, വരിക. അതിനാൽ പേരൻസും ഇത് മനസ്സിലാക്കുക. അതുകൊണ്ട് കുട്ടികൾ ഇത്തരം ടെൻഡൻസി കണ്ടാൽ പോലും അവരിൽ കുറ്റാരോപിതം ആക്കരുത്, വഴക്ക് പറയരുത്. നിങ്ങൾക്ക് എൻ്റെ സേവനം, നമ്മളെപ്പോലുള്ള സ്പെഷ്യലിസ്റ്റിൻ്റെ സേവനം തേടുക. കാരണം ഇതൊരു സെക്ഷൽ പ്രിഫറൻസ് ആണ്, രോഗാവസ്ഥ അല്ല. വെൽക്കം.